അതുകൊണ്ട് എൻ്റെ അമ്മ വാങ്ങിക്കും. നീ വാങ്ങിച്ചെങ്കിൽ എൻ്റെ അമ്മ വാങ്ങിക്കും. എന്താ പറയുക ഇരിക്കണോ? അതിന് എനിക്കറിയാം എൻ്റെ മക്കളെ ചെന്നൈ പോയത് അച്ഛൻ്റെ കണ്ടു കാണിക്കാനൊന്നുമല്ല. എനിക്ക് സാരിയില്ല. ഞാൻ പേഴ്സണലി എടുത്ത് നോക്കി വാങ്ങിച്ചു. എന്തോ നോക്കിങ്ങനെ കണ്ടു. ഇങ്ങനെ എപ്പോൾ കാണുമ്പോൾ ഒന്നുകൂടി കെട്ടാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. സാരി എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് മുന്നിൽ കൊണ്ട് തരും. അമ്മൂമ്മയുടെ ആ സാരി, അമ്മൂമ്മയ്ക്ക് വേണ്ടി ചെന്നൈ പോയ സാരിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇന്നലത്തെ വീഡിയോസ് പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 7999 അല്ലെങ്കിൽ 8000 രൂപയ്ക്ക് വിറ്റാൽ നിനക്ക് എന്താടാ, അതെന്താണ്, അവർ ബ്രാൻഡാണ്, അവർക്കൊരു വാല്യൂ ഉണ്ട്, അങ്ങനെയാണെന്നൊക്കെ കുറേ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയ്ക്ക് മാത്രം വാല്യൂ ഉള്ള ഒരാളായിരുന്നോ ഹാനയുടെ കുടുംബവും? ഞാനൊരു വേറൊരു വീഡിയോ കൂടെ നിൽക്കുക വെച്ചത് ഇതിൻ്റെ അവസാനം. അതായത് ഈ അടുത്ത സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അത് ഞാൻ വെച്ച് തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതിനുമ്പോൾ നമുക്കൊരു ചേച്ചി പറയുന്നതിൻ്റെ ഒരു വീഡിയോ വെക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ കൂടെ ചെയ്തോ. ലൈക്ക് മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഈ ഒരു ഫാമിലി വെറുക്കുന്നവരുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. എനിക്ക് അവരെ മാത്രം കണ്ടാൽ മതി, ബാക്കി ആരുടെയും കാണണ്ട. അല്ലാത്തൊരു കമൻറ്റ് ഇട്ട് പോയിക്കും. പിന്നെ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പും കൂടെ കൊടുക്കാൻ മറക്കണ്ട. കാരണം എന്ന് വെച്ചാൽ വന്ന് ഞാനിപ്പോൾ ശരിക്കും ഏതാണ്ട് കൂട്ടായിപ്പോയി. ഭയങ്കര ഏത് രീതിയിൽ നെഗറ്റീവ് അടിച്ച് ഈ സ്നേഹത്തോടെ കഴുത്തിറക്കാന്ന് പറയത്തില്ലേ, അങ്ങനെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു മേഡം പറയുന്നുണ്ട്, ഒരു വീഡിയോ വെച്ച് തരാം. ഒറ്റ കാരണമുണ്ട്, ഓൾമോസ്റ്റ് 5000 rupees ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. Is it worth it? Yes, I have proof. റീസെന്റ് ഒരു സെലിബ്രിറ്റി ബ്രാൻഡിന്റെ ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫ്ലോറൽ ഓർഗൻസ സാരി, ക്രീം കളറിൽ ഫ്ലവർ പ്രിന്റ്സ് ഉള്ള ഒരു ഓർഗൻസ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത് നോക്കിയിരുന്നു. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിന്റെ റേറ്റ് ഓൾമോസ്റ്റ് 7999 ആണ് കിടക്കുന്നത്. ഇപ്പോൾ സോൾഡ് ഔട്ട് ആണ്. ആൻഡ് ഇന്ന് ഞാൻ മറ്റൊരു സാരി ബ്രാൻഡ്, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫേമസ് സാരി ബ്രാൻഡ്, അവരുടെ അടുത്ത് സെയിം പ്രൊഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ അവരുടെ അടുത്ത് റേറ്റ് വെച്ചപ്പോൾ ഇറ്റ് ഈസ് 4800. The same സാരി, എക്സാക്ട് സെയിം ഡീറ്റെയിൽസ്, എവറിത്തിങ് സെയിം. Almost 4800, approximately 5000, and the other one is 4000. അപ്പൊ എന്താണെങ്കിലും ഈ രണ്ടാമത് പറഞ്ഞ ബ്രാൻഡുകാരും അറ്റ്ലീസ്റ്റ് മിനിമം 1000 rupees പ്രോഫിറ്റ് അതിനകത്ത് എടുത്തിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ആ സാരിയുടെ ആക്ച്വൽ പ്രൈസ് എത്ര വരുന്നത്? മേ ബി ഒരു 3800 എന്ന് നമ്മൾ അസ്യൂം ചെയ്തോ. ഇന്നലെ നമ്മളൊരു സാരിയെ കുറിച്ച് ചർച്ച ചെയ്തായിരുന്നല്ലോ, അത് തന്നെയാണ് ഈ ചേച്ചി കറക്റ്റായിട്ട് പറയുന്നത്. അവർക്ക് കറക്റ്റായിട്ട് അറിയാം, ക്വാളിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഈ 5000 ആണെങ്കിൽ 7099 രൂപയുടെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ പറയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ലാഭം വേണ്ടേ. പിന്നെ ആഹാരയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഈ പൂവ്, ഡെക്കറേഷൻ, ഇതൊക്കെ വെച്ചാണ് അവർ ചെയ്യുകയൊക്കെ ചെയ്തത്. അതും ക്യാമറാമാൻ്റെ ഒക്കെ പൈസ അവർ ഈടാക്കും. അത് പിന്നെ അവർക്ക് പിന്നെ ബ്രാൻഡാണല്ലോ, ബ്രാൻഡ് എല്ലാവരും പറയുന്ന പോലെ. കുറേ എണ്ണം വന്നിട്ട് പറയാണ് അവർ ചെയ്തോട്ടെ, ഞങ്ങൾ മേടിക്കും. 3800 സാരിയാണ് 8000 rupees just because it is a celebrity brand. They are selling almost double the price of the product. I understand it's a celebrity brand, they have their celebrity value, I understand. But if that is a product which they are putting some effort into, I can understand for putting such a margin, because all celebrity have the time എടുത്തിട്ടാണെങ്കിൽ അവരുടെ effort എടുത്തിട്ട് additionally they are doing all these things on that particular ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യാനും അവരുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്ന സാധനമാണെങ്കിൽ ഓക്കെ. ഒന്ന് വാങ്ങി ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇടുന്ന ഒരു പ്രൊഡക്റ്റിനാണ് they are charging almost double the price of the product. So you just imagine, just because it's a celebrity brand or in the name of a celebrity. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആട്ടെ. ഇനി ഇവർ വന്നിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. How they are looting us. Okay, so we have a new beginning. Almost ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാരീസ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവർ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സാരി എവിടെന്നാ മേടിച്ചത്, നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ്, വി ലവ് യുവർ ടേസ്റ്റ് ഇൻ ഫാഷൻ. അതാണ് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്, ടു ക്രിയേറ്റ് എ ബ്രാൻഡ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. നമ്മുടെ ഒരു ഈ ആൾക്കാരെ ഇവരെ പറഞ്ഞു വീഴ്ത്തുന്ന ഒരു സ്റ്റൈലുണ്ട്, പറഞ്ഞു വീഴ്ത്തുന്നത് വെറും മണ്ടരാക്കുന്ന രീതിയിലാണ്. കാരണം ഈ ഫാമിലി മൊത്തം അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ പറയുന്നത് ശരിയാണ്, ഇവർ പറയുന്നതാണ് എന്ന് മാത്രം വിശ്വസിച്ചിരിക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. എനിക്ക് അവരോട് ചിരി മാത്രമേ ഉള്ളൂ, ചിരിയും പുച്ഛവും ഉണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഈ ഫാമിലി വ്ളോഗേഴ്സിനെ നമ്പിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ പൾസ് മനസ്സിലാക്കി എങ്ങനെ അവരിലോട്ട് ഇത് ആകർഷിക്കാൻ നോക്കുന്നുണ്ടോ അതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ we wanted to do something. അതുകൊണ്ടാണ് we are starting a brand and that's what we are talking about. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷനാണ്. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തുകൂടാ? ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 2-3 മാസം കൂടുതൽ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് എന്ന് വെച്ചാൽ
സ്റ്റാർട്ട് എ കളക്ഷൻ ഡ്രോപ്പ്. വളരെ കുറച്ച് പീസസ് ഉള്ള എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിന്റെ ഒരു ഡ്രോപ്പ്. ലിമിറ്റഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റേ ട്യൂൺ when we announce the drops. അപ്പൊ എന്റെ ദൈവമേ, കാര്യം മനസ്സിലായില്ലേ? നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. ഞങ്ങൾക്കും കൂടെ വേണ്ടിയാണല്ലേ? നന്ദിയുണ്ട് മേഡം, നന്ദി. ഇതാണ് ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടെ വേണ്ടിയല്ല, നിങ്ങൾക്കും കൂടെ വേണ്ടി. അങ്ങനെയുള്ള ജനങ്ങൾക്ക് എന്താ പറയണ്ടേ മേഡം, നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ഹൈ ലെവൽ പാർട്ടീസ് ഒന്നും അല്ല, ലോ ലെവൽ ആൾക്കാരും ഉണ്ട്, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഹൈയും ലോയും വെച്ച് ഞാനിവിടെ ആരെയും കമ്പയർ ചെയ്ത് സംസാരിച്ചൊന്നുമല്ല. മേഡം, അവർക്കൊക്കെ പറ്റുകയാണെങ്കിൽ ഒരു ഓണമൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു 700-800 രൂപയുടെ ഒരു സാരി മേടിച്ചു തന്നെന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അത് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. 12, 7, 8, 10, 15, 20, കാരണം നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, നിങ്ങളെ തേടി വരാൻ കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അത് മാത്രം മതി. നിങ്ങൾ അതിനുവേണ്ടി മാത്രം കാണിച്ചു കൂട്ടുന്ന കുറേ അഭിപ്രായങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, ഇനി മേഡം പണ്ട് പറഞ്ഞൊരു വീഡിയോ ഞാൻ വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് മോള് പറയുന്നതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ വെച്ച് തരാം. ഓക്കെ. ആൻഡ് ഈ ഗോൾഡ് പ്രൈസ് കൂടിയതുകൊണ്ടല്ലോ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി. ഞാനൊരു 4 വർഷം എക്സാക്ട്ലി 4 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു സെറ്റുമുണ്ട്. എനിക്ക് 35,000 ആയ ഒരെണ്ണം. 4 വർഷം മുമ്പ് മേടിച്ചത് ഒരു സെറ്റ് മുണ്ടാണ് 35,000 രൂപ എന്നാണ് മേഡം പറയുന്നത്. ഓക്കെ. അതിനേക്കാൾ ഒരു പൊട്ടിക്കും കൂടെ മെലിഞ്ഞതിന് ഇന്നലെ 74,000 ആയിരുന്നു റേറ്റ്. പൊട്ടിക്കും കൂടെ മെലിഞ്ഞത് ഇന്നലെ 74 ആയിരുന്നു. ഓക്കെ, 74,000. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഇപ്പോൾ 4 വർഷത്തിൽ മോർ ദാൻ ഡബിൾ ആയി ഇതിൻ്റെയൊക്കെ പ്രൈസ് ആയിട്ടാണ്. അപ്പോൾ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗോൾഡ് പ്രൈസ്. അപ്പോൾ ഇനിയിപ്പോൾ സെറ്റ് കൊണ്ട് കുറച്ച് സംഭവങ്ങളും ഒറിജിനൽ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അതിലും നല്ല ഡിഫറൻസ് ആയിരിക്കും പണ്ട് നമ്മൾ വാങ്ങിയത് വെച്ച്. അതെ. അപ്പോൾ മേഡം പറഞ്ഞത് ഈ പോയിൻ്റൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. 4 വർഷം മുമ്പ് മേടിച്ചത് 35,000 രൂപ, പിന്നെ അതിൻ്റെ പൊട്ടിക്കൊരു മെലിഞ്ഞതിന് 74 എന്ന് പറയുന്നു. ഇനി ഈ അടുത്ത സമയത്ത് മോളുടെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മോള് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. നോട്ട് ദ പോയിന്റ്. ഡീലിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ഫെയിമിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന തരത്തിൽ ഉള്ള അഡ്വൈസസ് ഉണ്ടാവാറുണ്ട്. വലുതായിട്ട് അതിന്റെ ആവശ്യം വരുന്നിട്ടില്ലാത്തതിന്റെ റീസൺ ഞാൻ പറയാം. മൈ ഫാദർ ഈസ് ബിൻ ആൻ ആക്ടർ. അത് എവർ സിൻസ് ഐ കൻ റിമെമ്പർ. എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛൻ മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എൻ്റെ അച്ഛനൊക്കെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ആൻഡ് അപ്സിനേക്കാൾ കൂടുതൽ ഡൗൺസ് ആയിരുന്നു. അപ്സ് ആൻഡ് ഡൗൺ ശ്രദ്ധിച്ചോണേ. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെല്ലാം ഓപ്പൺ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അച്ഛനൊക്കെ എത്രയോ വർഷങ്ങൾ എന്നെ സ്ട്രെച്ച് വർക്ക് ഇല്ലാതായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ബീൻ ഫിനാൻഷ്യലി ലൈക്ക് റിയലി ബാഡ്. ആൻഡ് എത്രയോ ഇയേഴ്സ് ഇൻ എ സ്ട്രെച്ച് ഓരോ മാസവും എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പണ്ടത്തെ കാര്യമല്ല. ഈവൻ ഇപ്പൊ ഞാനൊക്കെ സ്റ്റീൽ ഓപ്പസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറെ ഈവൻ ഫ്യൂ ഇയേഴ്സ് ആൻറ്റിൽ ബാക്ക് വരെ എങ്ങനെയാ ഈ മാസത്തെ ലോൺ അടയ്ക്കുക, ഹൗസിംഗ് ലോൺ ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് ഇത്രയും പിള്ളേരുണ്ട്, ഇത്രയും പേരുടെ ഫീസ് ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട്. അപ്പം വി സ്ട്രഗിൾ ടു മേക്ക്. കണ്ടില്ലേ, മോള് പറഞ്ഞു കേട്ടല്ല. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അമ്മ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 4 വർഷം മുമ്പ് എടുത്ത സാരിയുടെ കണക്കും ഒക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട്. മോള് ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് വന്നെന്ന് തോന്നുന്നത് ഈ അടുത്ത സമയത്ത് കണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, എത്രയും ദാരിദ്ര്യം നിന്ന സമയത്താണെങ്കിൽ പോലും 35,000 രൂപയുടെ സാരി എടുക്കാനാ സിന്ധു കൃഷ്ണയ്ക്ക് എങ്ങനെ മനസ്സ് വന്നതെന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. സ്വന്തം അമ്മയുടെ തുണി എടുത്തുകൊണ്ട് പോയ ടീമാണ് ഇവരൊക്കെ. കൊള്ളാം. മോളൊരു സൈഡിൽ കൂടെ ഇത് പറയുന്നു, അമ്മ അപ്പുറത്തെ സൈഡിൽ കൂടെ വേറൊന്ന് പറയുന്നു. ഓക്കെ, എത്ര ദാരിദ്ര്യമാണെങ്കിലും തുണിയുടെ കാര്യത്തിൽ അവർ ഹൈ ലെവല്, ആഡംബരത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ. ഇവർ ഈ ഒരു ബ്രാൻഡ് തുടങ്ങിയ ഒരു കാര്യം വെച്ചാൽ സാധാരണപ്പെട്ട ആൾക്കാർക്കും ഞങ്ങളോട് അർപ്പിച്ച വിശ്വാസത്തിനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോ ചെയ്തിരിക്കുന്നതൊക്കെ. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ജനങ്ങളെ എങ്ങനെ പറ്റിക്കാൻ നോക്കുന്നുണ്ടോ, വാക്കുകൊണ്ട് പറഞ്ഞ് എങ്ങനെ കബളിപ്പിക്കാൻ നോക്കുന്നുണ്ടോ, അതുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. നമ്മൾ ഈ ചെയ്യുന്നൊരു വീഡിയോ വിവരമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ആ ഒരു സാരിയുടെ ക്വാളിറ്റിയെ കുറിച്ച് ആ ഒരു വ്യക്തി നിങ്ങൾ പറഞ്ഞ് കേട്ടല്ലോ, ഞാൻ ആദ്യം ഒരു വീഡിയോ വെച്ച് തന്നല്ലോ. ഏകദേശം ഒരു 3,800 രൂപയുടെ സാധനമേ ഉള്ളൂ. ഇന്നലെ ഒരു പെണ്ണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ചേട്ടാ 500 രൂപയ്ക്കാണെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അവരുടെ പാടെ ബിസിനസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ, എന്തായാലും നമ്മൾ എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിച്ചോ എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം.